ചാലക്കുടി പോട്ടയിൽ ബാങ്ക് കൊള്ള നടത്തിയ റിജോ ആന്റണിയെ ഇന്ന് ബാങ്കിലെത്തിച്ച് തെളിവെടുക്കും. ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മോഷ്ടിച്ച 15 ലക്ഷത്തിൽ 13 ലക്ഷം രൂപയാണ് കണ്ടെത്താനായത്. ചെലവാക്കിയ ബാക്കി പണം സംബന്ധിച്ചും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. 36 മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൊടുവിലാണ് പ്രതിയെ പോലീസ് ഇന്നലെ പിടികൂടിയത്. കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിലെ പ്രതിയുടെ വീടിനടുത്ത് നിന്നും ലെവിൻ കെ വിജയൻ ആണ് ചേരുന്നത്. ലെവിൻ, എന്തായാലും പ്രദേശവാസികളൊക്കെ വലിയ തരത്തിലുള്ള ഞെട്ടലിലായിരിക്കും ഈ ഒരു സംഭവത്തിൽ. ഇത്രയും വലിയൊരു കൊള്ള നടത്തിയ പ്രതി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇന്ന് ഏതു രീതിയിലാണ് പോലീസിന്റെ നടപടികളൊക്കെ, അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ ഇക്കാര്യത്തിൽ ഏതു രീതിയിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്? സ്വാതി, നമ്മളോട് അല്പസമയങ്ങൾക്ക് മുൻപ് വാർഡ് മെമ്പർ ലിജി ജോൺസൺ പ്രതികരിച്ചിരുന്നു. അവർ തന്നെയായിരുന്നു ഈ സംഭവത്തെക്കുറിച്ചുള്ള ആദ്യ പ്രതികരണം ഈ പ്രദേശവാസികൾ എന്നുള്ള നിലയിൽ നമ്മളുമായി പങ്കുവച്ചത്. അല്പസമയങ്ങൾക്ക് നമുക്ക് അത് ഓണയറിൽ എത്തിക്കാൻ പറ്റും. പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും അവരെ സംബന്ധിച്ചുകൊണ്ട് ഞെട്ടലുളവാക്കുന്ന സംഭവമായിരുന്നു ഇത് എന്നുള്ളത്. 2.5 വർഷം മുൻപാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് പ്രതിയായിട്ടുള്ള റിജോയും കുടുംബവും ഇവിടെ വീട് വാങ്ങി താമസം ആരംഭിച്ചത്. അതിനു മുൻപ് ചാലക്കുടി മേലൂരിലായിരുന്നു ഇവർ വീട് വെച്ച് താമസിച്ചിരുന്നത്. 2.5 വർഷത്തിനിടയിൽ ഇവിടെ എത്തി വീട് വെച്ച് വാങ്ങുകയും താമസിക്കുകയും ഒക്കെ ചെയ്ത ആള് നാട്ടുകാരുമായി വളരെ സൗഹൃദത്തിലായിരുന്നു. ഇയാളാണ് പ്രതി എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലും ചിന്തിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. ഇന്നലെ ഞാനിപ്പോൾ നിൽക്കുന്ന റിജോയുടെ വീട്ടിൽ പള്ളിയുടെയും ഇടവകങ്ങളുടെയും ഒക്കെ ഒരു കുടുംബ സംഗമം നടന്നിരുന്നു. ഈ കുടുംബ സംഗമത്തിൽ അടക്കം വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുകയും ഈ കവർച്ചാ കേസിനെ കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് റിജോ എന്നുള്ളതാണ് വാർഡ് മെമ്പർ നമ്മളോട് അല്പസമയങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. അവർ പറഞ്ഞത് പ്രകാരം ഈ കവർച്ച നടത്തിയത് മലയാളികളാവാൻ ഇടയില്ല, ഇത് ഇയാളെ പിടികൂടാനൊന്നും പോകുന്നില്ല എന്ന് റിജോ ആവർത്തിച്ച് പലരോട് ഈ വിഷയം ചർച്ചയുണ്ടായപ്പോഴൊക്കെ പറഞ്ഞു എന്നത് തന്നെയാണ് വാർഡ് മെമ്പർ പറഞ്ഞത്. അതുമാത്രമല്ല, ഈ സംഭവം ഉണ്ടായ ആ സമയത്ത് ഈ കുടുംബസംഗമം അടക്കം നടക്കുമ്പോൾ ആളുകൾക്കിടയിലായിരുന്നു സജീവമായി ഇടപെട്ടിരുന്ന ഇയാൾക്ക്, പ്രതിക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, വിറയലുണ്ടായിരുന്നു എന്നുകൂടി വാർഡ് മെമ്പർ പറഞ്ഞിട്ടുണ്ട്. കടം വീട്ടുന്നതിനായി സാമ്പത്തികമായി ഒരു കൊള്ള നടത്തിക്കൊണ്ട്, കവർച്ച നടത്തിക്കൊണ്ട് ഒരാളെയും അല്ലെങ്കിൽ മുതൽ കവർന്നുകൊണ്ടുള്ള നിലയിലേക്ക് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ള കുടുംബമാണ്. മുൻ സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്ന കുടുംബാംഗമാണ് റിജോ ആന്റണി എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ ഭാര്യ ഇപ്പോഴും വിദേശത്ത് ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. അത്തരമൊരാൾക്ക് ഇത്തരത്തിൽ കവർച്ച നടത്തി തൻ്റെ കടം വീട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രതി തങ്ങൾക്കിടയിൽ ജീവിച്ച ആളാണ്, തങ്ങളുടെ സുഹൃത്താണ് എന്നറിഞ്ഞതിലുള്ള വലിയ ഞെട്ടലിൽ തന്നെയാണ് ഈ പ്രദേശവാസികൾ എല്ലാവരും തന്നെ. ഏതായാലും അത്തരത്തിൽ അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴും അന്വേഷണം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ ഉദ്യോഗസ്ഥർ അല്പസമയങ്ങൾക്കകം ഇന്ന് വീണ്ടും യോഗം ചേരും. തുടരന്വേഷണത്തിൻ്റെതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. നിലവിൽ പ്രതി അറസ്റ്റിലായെങ്കിലും ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അടക്കം നടത്തേണ്ടതുണ്ട്. ഈ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിക്കൊണ്ട് മറ്റ് നടപടികളിൽ വേഗം കടക്കാനുള്ളതാണ് തീരുമാനം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത. വൈകിട്ടോടുകൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. നിലവിൽ ഈ പ്രതി റിജോ ആന്റണി പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പോലീസ് തരിമ്പ് പോലും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇയാൾ ഒറ്റയ്ക്കാണ് ഈ കൃത്യം നടത്തിയതെന്നുള്ള കാര്യത്തിലുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ കൂടി പരിഗണിച്ച്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും തുടരന്വേഷണം മുന്നോട്ട് പോവുക. അതിന് മുന്നോടിയായി പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇന്നലെ നടന്നത്. ഇന്നലെ രാത്രി 7:30 അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ നടപടിക്രമങ്ങളൊക്കെ ഇന്നലെ രാത്രി 7:30 കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് 11 മണിയോടുകൂടിയാണ് ചാലക്കുടി സ്റ്റേഷനിൽ എത്തിച്ചത്. പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് നിന്നും ആസിഫ് മുഹമ്മദ് കൂടി നമുക്ക് ചേരുകയാണ് ഈ ഒരു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ആസിഫ്, പ്രതിയെ ഇന്ന് തെളിവെടുപ്പിനായി പുറത്തേക്ക് ഇറക്കും. വിശദമായ തെളിവെടുപ്പ് വേണ്ടിവരും എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യത്തിൽ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട്, ബാക്കി തുക കണ്ടെത്താനായിട്ടുണ്ട്, എന്തിനാണ് ഈ ഒരു മോഷണം നടത്തിയത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. ഏത് രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിവരങ്ങൾ?
സ്വാതി, തീർച്ചയായും പോലീസ് ഇന്ന് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ, അതായത് ഈ പ്രതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പലതും പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ശരിയാണ് എന്നുള്ള ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം 15 ലക്ഷം രൂപ ഇയാൾ മോഷ്ടിച്ച് എടുക്കുന്നു. അതിൽ തന്നെ 10 ലക്ഷത്തോളം രൂപ അതിൽ നമുക്ക് നേരിട്ട് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 2,94,000 രൂപയാണ് പുള്ളി പിന്നീട് കടം വീട്ടാനായി ഉപയോഗിച്ചിട്ടുള്ളത്. ആ പണം ഇത്തരത്തിൽ ഈ കടം വാങ്ങി തിരിച്ചു നൽകിയ ആൾ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 13 ലക്ഷത്തോളം രൂപ പോലീസിന് ഇപ്പോൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി 2 ലക്ഷത്തോളം രൂപയുടെ കാര്യത്തിലാണ് പോലീസ് ഇനി ഇയാളിൽ നിന്ന് കൃത്യമായ വിവരം ശേഖരിക്കേണ്ടതും അത് എന്തിന് ചെലവഴിച്ചു എന്നുള്ള കാര്യത്തിൽ കണ്ടെത്താനുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അന്നനാട് സ്വദേശിയാണ് ഇത്തരത്തിൽ തനിക്ക് കടം വാങ്ങിയതിനു ശേഷം ഇന്നലെ ഈ മോഷണത്തിന് ശേഷം തിരിച്ചു നൽകിയ പണം ഇന്നലെ സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്തത്. അത് 2,94,000 രൂപ ഉണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് പ്രധാനമായും വിശദമായ ചോദ്യം ചെയ്യൽ നടക്കേണ്ടതുണ്ട്. ഇയാൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കടം വാങ്ങിയ പണം, ആഡംബര ജീവിതം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി താൻ വലിയ രീതിയിൽ പണം ചിലവാക്കി അത് തിരികെ നൽകാനാണ്, അതായത് ഭാര്യ വിദേശത്ത് നിന്ന് തിരികെ എത്തുന്നതിന് മുമ്പ് ഈ കടങ്ങളെല്ലാം തിരിച്ച് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ള കാര്യമാണ് പ്രതി പോലീസിനോട് എന്തായാലും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെ നിന്നും കടം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലടക്കം പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതടക്കം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇയാൾ മോഷണം പ്ലാൻ ചെയ്തത് വളരെ ആസൂത്രിതമായാണ് എന്ന് തന്നെ ഉള്ള നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ് ഉള്ളത്. കാരണം അതിന് തൊട്ടു മുമ്പിലുള്ള പള്ളിയിൽ കുർബാനയില്ലാത്ത ദിവസമടക്കം കൃത്യമായി മനസ്സിലാക്കി അത് തിരഞ്ഞെടുക്കുന്നു. അതിനു മുമ്പ് സ്റ്റേഷനിലേക്ക് എത്തി, ബാങ്കിലേക്ക് എത്തി തൻ്റെ പഴയ ATM കാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാങ്കിൽ കൃത്യമായ നിരീക്ഷണം നടത്തുന്നു. ഏറ്റവും കുറവ് ആളുകളുള്ള സമയം നോക്കി ആ സമയം തന്നെ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ ഈ തൻ്റെ ബൈക്കിൻ്റെ മിറർ അടക്കം മാറ്റിവെക്കുകയും അതോടൊപ്പം അത് മോഷണത്തിന് ശേഷം തിരിച്ചു വെക്കുന്നു, വണ്ടി നമ്പർ മാറ്റുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ പുള്ളി ഇതുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായി തന്നെയാണ് ഈ കവർച്ച നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ ആദ്യം തന്നെ കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതായത് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് 36 മണിക്കൂറിന് ശേഷം, മോഷണം നടന്ന് 36 മണിക്കൂറിന് ശേഷം തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു. പോലീസ് രണ്ടാമത്തെ ദിവസം തന്നെ ഹിന്ദി സംസാരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പുള്ളി വളരെ ആസൂത്രിതമായി തന്നെ ചെയ്തതാണ് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കാരണം അന്യസംസ്ഥാന തൊഴിലാളികളിലേക്ക് അടക്കം അന്വേഷണം പോകാനുള്ള ഒരു സാധ്യത അടക്കം മുൻനിർത്തിയാണ് അത്തരത്തിൽ ഹിന്ദി സംസാരിക്കുകയും മറ്റും ചെയ്തത്. അതോടൊപ്പം തന്നെ താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിനായാലും തന്നെ വീട് വിട്ട് പോകാനോ മറ്റോ തയ്യാറായില്ല. നാട്ടിലെ മറ്റ് പരിപാടികളിൽ സജീവമായി നിന്നിരുന്നു. പക്ഷേ പോലീസ് എത്തിയപ്പോൾ പ്രതി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സംഭവം നടന്നതുപോലെയുള്ള ഒരു ഇടപെടലാണ് നടത്തിയത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്രത്തോളം ആസൂത്രിതമായി നടപ്പിലാക്കുകയും അത് പിടിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്തുവെങ്കിൽ പോലും ഏറ്റവും തിരിച്ചടിയായത് പുള്ളി ഉപയോഗിച്ച ഷൂ ആണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. അതിൻ്റെ പ്രത്യേക നിറമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് പോലീസ് അതുമായി ബന്ധപ്പെട്ടുമുള്ള അന്വേഷണം മുന്നോട്ട് പോയി. പിന്നീട് ബൈക്കിന്റെ GPS സംവിധാനം അടക്കം. ശരി ആസിഫ്, എന്തായാലും വലിയ ഞെട്ടലിൽ തന്നെയാണ് എന്നുള്ളതാണ് കേരളം മുഴുവൻ. ചാലക്കുടി പോട്ടയിൽ ബാങ്ക് കൊള്ള നടത്തിയ റിജോ ആന്റണിയെ ഇന്ന് ബാങ്കിൽ എത്തിച്ച് തെളിവെടുക്കും, പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. എന്തായാലും റിജോ ആന്റണിയാണ് ഈ ഒരു കവർച്ച നടത്തിയത് എന്നുള്ളത് പ്രദേശവാസികളിലൊക്കെ വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ ഒരാളായി ഈ ഒരു പ്രതിയെ കണ്ടെത്താനായിട്ടൊക്കെ ഇറങ്ങി തിരിച്ച ഒരാളാണ് പ്രതി എന്നറിഞ്ഞതിൽ വലിയ ഞെട്ടലിൽ തന്നെയാണ് നാട്ടുകാർ. വാർഡ് മെമ്പറുടെ ഒരു പ്രതികരണം ഉണ്ട്, അതിലേക്ക് നമുക്ക് കടക്കാം. മതി, ഇങ്ങനെ ഒരു വ്യക്തി ഇത് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരായിട്ടും കമ്പനി കൂടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. 2.5 വർഷമായിട്ട് ഉള്ളൂ ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ളെങ്കിലും ഈ പ്രദേശത്തുള്ളവരോടൊക്കെ ഭയങ്കരമായിട്ട് സൗഹൃദവും ആയിട്ടും എല്ലാവരായിട്ടും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എപ്പോൾ നോക്കിയാലും ഇവിടെ കാണാം. 2 കുട്ടികളാണ് ഉള്ളത്. പിള്ളേർ പോയി കഴിഞ്ഞാൽ ആൾ ഫ്രീ ആണല്ലോ. അപ്പോൾ ഇവിടെ ആളുണ്ടാവും. ഭാര്യ നേഴ്സാണ്, വിദേശത്താണ്. അപ്പോൾ ഇന്നലെ ഇവിടെ കുടുംബസമ്മേളനം വരെ നടന്നതാണ്. 2:30 4:30 വരെ ഞങ്ങളിവിടെ ഈ പ്രദേശത്തുള്ളവരെല്ലാവരും ഈ വീട്ടിലുണ്ടായിരുന്നവരാ. കുഴപ്പമുണ്ടായി. ചെറിയൊരു ആൾക്കൊരു സീറ്റിലിരിക്കാതെ ഇങ്ങനെ ഒരു ചെറിയൊരു വെപ്രാളം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ തോന്നിയ സാധാരണ ഒരു വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ ഉണ്ടാവുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഈ ചർച്ച ചെയ്തിരുന്നു. കള്ളനെയൊന്നും പിടിക്കാൻ കിട്ടില്ല, അത് ഇവിടെയുള്ള കള്ളന്മാരൊന്നും ആയിരിക്കില്ല എന്നുള്ളതിൽ ആള് സംസാരിച്ചത്. റിജോ പറഞ്ഞു.